പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെ യൂട്യൂബിലൂടെയും അനേകർ നമ്മുടെ സഭായോഗത്തിൻ്റെ മെസ്സേജുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെയും വളരെ സ്നേഹത്തോടെ തന്നെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ദൈവം എല്ലാവരെയും അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പ്രിയമുള്ളവരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു ചിന്തയാണ്. നല്ല ഒരു ഫാമിലി ഫോട്ടോ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നല്ല ഫ്രെയിമൊക്കെ ചെയ്ത് അപ്പൻ, അമ്മ, മക്കള്, അവരുടെ ഭാര്യമാര്, ഭർത്താക്കന്മാർ, അവരുടെ കുഞ്ഞുങ്ങൾ, കുട്ടികളെല്ലാം, അതായത് ആ കുടുംബം മുഴുവനും ഉൾക്കൊള്ളിച്ച് ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചാൽ എത്ര ഭംഗിയായിരിക്കും. അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ എല്ലാ അംഗങ്ങളെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിമിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു പിക്ചറാണ്, നല്ലൊരു ഫോട്ടോയാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം. കാരണം അവിടെ എല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ പിതാവായ ദൈവത്തെ കാണുന്നുണ്ട്, പുത്രനായ ക്രിസ്തുവിനെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവത്തെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ 5 കൂട്ടം ശുശ്രൂഷകരെ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേശകന്മാർ, ഇങ്ങനെ ശുശ്രൂഷകന്മാരെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങളായ എല്ലാ വിശ്വാസികളെയും കാണുന്നുണ്ട്. അവിടെ ഏക പ്രത്യാശ കാണുന്നുണ്ട്. എല്ലാം ഏകമായ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്ന കുടുംബത്തെ മുഴുവനും ഒരു ഫാമിലി ഫോട്ടോയിൽ ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത തന്നു. അവിടെയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ തുടക്കം മുതൽ അതിൻ്റെ റാപ്ചർ വരെയുള്ള ഏകദേശം ഈ 2000 വർഷത്തെ ചരിത്രവും നല്ലൊരു ഫാമിലി ഫോട്ടോ പോലെ എടുത്ത് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായവും വെളിപ്പാട് 6-ാം അധ്യായവും കൃത്യമായി ഒരു കുടുംബ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെയാണ് നമുക്ക് ഈ 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ടീം വർക്ക് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കർത്താവ് ഓരോരോ കാലങ്ങളിലും തൻ്റെതായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത ഓരോ ടീമുണ്ട്, അല്ലേ? നമുക്കറിയാം, ഒരു കമ്പനിയിലെ ജോലി സംബന്ധമായിട്ട് ആ ജോലികൾ തീർക്കുവാൻ ഒരു ടീമിനെ രൂപപ്പെടുത്തും, അല്ലേ? അല്ലെങ്കിൽ ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടി ഒരു ടീമിനെ രൂപപ്പെടുത്തും, അല്ലേ? അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനൊരു ഉദ്ദേശമുണ്ട്, അല്ലേ? വേൾഡ് കപ്പ് തുടങ്ങി, അപ്പോൾ ഇതാ 15 അംഗ ടീമിനെ അവർ രൂപപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ആ വേൾഡ് കപ്പ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ. ഇവിടെ ഇതാ ദൈവം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി നല്ലൊരു ടീമിനെ ദൈവം ഫോം ചെയ്യിപ്പിക്കുകയാണ്. ആ ടീമിൽ ആരൊക്കെയാണ് ഉള്ളത്? 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുകയാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 കൂട്ടം അതിൻ്റെ കാര്യനിർവഹണത്തിന് വേണ്ടിയുള്ള ആളുകളെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴേക്ക് അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. POC ബൈബിൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമുന്നയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ, അല്ലേ? സന്ധികളാലും മജ്ജകളാലും മസിലുകളാലും എല്ലാം എന്ത് ചെയ്യുകയാണ്? ഒരു ശരീരം ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെയാണ് 5 കൂട്ടം ശുശ്രൂഷകരുടെ കീഴിൽ ശരീരത്തിൻ്റെ അവയവങ്ങളായ ഓരോ വ്യക്തികൾക്കും ഇവിടെ പറയുന്ന അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം. അപ്പോൾ ഈ 5 കൂട്ടം ആളുകൾക്ക് മാത്രമല്ല ശുശ്രൂഷയുള്ളത്, അതുകൂടാതെയുള്ള രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തർക്കും ഇവിടെ പറയുകയാണ് അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമുന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അപ്പോൾ ഇവിടെ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് എന്തില്ല? ഊനമില്ല.
തളർവാദമില്ല. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ചില ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലേ, ചിലപ്പോൾ ഹാർട്ടൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കും അല്ലേ, അല്ലെങ്കിൽ കയ്യോ കാലോ വരെ ഇടയ്ക്ക് പുറത്ത് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് അങ്ങനെ ഒരു ഗതികേടില്ല. അതിൻ്റെ ഏതെങ്കിലും അവയവത്തിന് ഒരു ഊനമുള്ളതായിട്ട് കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് അത് ഏറ്റവും പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പോലെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അവരെ ദൈവം നിയമിച്ചിരിക്കുകയാണ്, അതിൻ്റെ ഹെഡായി നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ അതിലൂടെ രക്ഷിക്കപ്പെടുന്ന ആ ജനത്തെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേർത്ത് പണിയുകയാണ്. അങ്ങനെ ഒരു ശരീരം എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലേ, കാണാനും കേൾക്കാനും സംസാരിക്കാനും സ്പർശിക്കുവാനും ഒക്കെ പഞ്ചേന്ദ്രിയങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അത് കൂടാതെയുള്ള അവയവങ്ങളുണ്ട്, അതിന് അതിൻ്റെതായ ഡ്യൂട്ടികളുണ്ടല്ലേ അല്ലേ. ഏതെങ്കിലും ഒരു അവയവം പണി മുടക്കിയാൽ ഈ ശരീരത്തിന്റെ മുഴുവൻ പണിയും അവതാളത്തിലാകും, ശരിയല്ലേ? അങ്ങനെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു കേടുപാട് വന്നാൽ ആ ശരീരം മുഴുവനും അതിൻ്റെതായിട്ടുള്ള പാകപ്പഴ അത് സംഭവിക്കും അല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇവിടെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഒരു വ്യക്തമായ ഒരു പിക്ചർ ഇവിടെ കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും. പ്രൈസ് ദി ലോർഡ്. മതി. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായ വിധം നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിതം നയിക്കുവാനാണ് പറയുന്നത്, ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായൊരു ബോധ്യം ഉള്ളവരോടാണ്, അല്ലെങ്കിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വണ്ണം ജീവിക്കണം. എന്നെ വിളിച്ചത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിലാണ്. അതിലേക്ക് പ്രവേശനം ലഭിച്ചത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല, പ്രവർത്തിച്ചിട്ടല്ല, വിശ്വാസത്താൽ. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ വിശ്വാസത്താൽ അത് വിശ്വസിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു, ദൈവത്തിന്റെ ആത്മാവൻ നമ്മെ സ്നാനം കഴിപ്പിച്ചു, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്തു. അപ്പോൾ നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമായ വണ്ണം നമ്മളിനി എന്ത് ചെയ്യണം? ജീവിക്കണമെന്ന് പറയുകയാണ്. തന്നെയുമല്ല, നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരു ഏകമായ പ്രത്യാശ ഉണ്ടായിരിക്കണം, ഏകമായ ഐക്യതയുണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. തന്നെയുമല്ല, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പോൾ നമുക്കുള്ള പ്രത്യാശ എന്താണ്? ഏകമായ ഒരു പ്രത്യാശയായിരിക്കണം. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ കോളത്തിൽ ഏകമായ പ്രത്യാശയാണോ ഉള്ളത്? നമ്മുടെ പ്രത്യാശ എന്താണ്? ഇനി രക്ഷിക്കപ്പെട്ട നമ്മെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരും, നമ്മൾ സ്വർഗത്തിലേക്ക് പോകും, അതിനുശേഷം പുത്തനാം യെരൂശലേം ഒരുങ്ങിക്കഴിയുമ്പോൾ അതിലേക്ക് കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി കടന്നു വരും. ദൈവവും മനുഷ്യരോട് കൂടെ എന്നുള്ള ദൈവത്തിന്റെ കൂടാരത്തിൽ നമ്മൾ ദൈവത്തോടു കൂടെ നിത്യമായി ജീവിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ ഒരു ഏക പ്രത്യാശയാണ് ഗ്രേസ് ചർച്ച് പറവൂരിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും. അപ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഈ സുവിശേഷവും അല്ലെങ്കിൽ നമ്മുടെ സഭായോഗങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരും ഇത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവര് ലോകത്തിന്റെ നാനാ കോണുകളിലുണ്ട്. അവരുടെയും പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഏക പ്രത്യാശയാണ്. എന്നാൽ ഈ ഏക പ്രത്യാശ വിട്ട് മറ്റുള്ള പ്രത്യാശയിലേക്ക് പോകരുത് എന്നുകൂടി പൗലോസ് ഇവിടെ പറയുകയാണ്. അതിന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഓരോരോ ഉപദേശത്തിന്റെ കാറ്റിൽ ആടി ഉലഞ്ഞു വീഴുന്ന ശിശുക്കളെ പോലെ നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വ്യക്തമായിട്ട് ആ ഫാമിലി ഫോട്ടോയിൽ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ ഏകദൈവത്താൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ട രക്ഷണ്യ പദ്ധതി ഏക പ്രത്യാശയ്ക്കായി ഏക ശരീരമായി വിളിക്കപ്പെട്ട നമുക്ക് ഏക പ്രത്യാശയാണ് ഉള്ളത്. അതിനുവേണ്ടി അതിനെ പണിയാൻ വേണ്ടി 5 കൂട്ടം ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നു. അങ്ങനെ കടന്നു വരുന്നവരും അവരോട് ചേർന്ന് പ്രവർത്തിച്ച് ഏക ഐക്യതയോടും ഏക പ്രത്യാശയോടും കൂടെ മുന്നോട്ട് ഇങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഇനി ആരെങ്കിലും വ്യത്യസ്തമായ ഉപദേശവും കൊണ്ട് വരുമ്പോൾ കാറ്റിനാൽ ആടി ഉലയുന്ന ശിശുക്കളെ പോലെ നിങ്ങൾ ആകരുത് എന്നുള്ളത് വ്യക്തമായി പറയുകയാണ്. ഇത് പറയുമ്പോൾ പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ 2 വർഷമായിട്ട് നമ്മളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപയുടെ സുവിശേഷം
അല്ലെങ്കിൽ മഹത്വമേറിയ ശുശ്രൂഷ, സുവിശേഷം എന്നൊക്കെ പറയുന്ന ഈ സുവിശേഷം എന്തെന്ന് നമുക്കറിയാം. പിന്നെയും ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പ്രത്യാശയുണ്ട്, അതിനൊരു കൃത്യതയുണ്ട്. അതിൽ നിന്നും വിട്ട് എന്ത് ചെയ്യരുത്? ആടി ഒലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്നാണ് ഇവിടെ വചനത്തിലെ ഉപദേശം. നമ്മൾ ഈ കൃത്യതയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? എന്നാൽ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ കാണുന്ന കാഴ്ച നമുക്കറിയാം. ചിലർ വിശ്വസിക്കുന്നു സ്വർഗവും ഭൂമിയും നരകവും അതൊന്നുമില്ല, അതൊക്കെ ഇവിടെ തന്നെയാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. മരണശേഷം ഒരു പുനരുത്ഥാനമില്ല എന്ന് ചിലർ വിശ്വസിക്കുന്നു. മരണശേഷം എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നരകമില്ല എന്ന് ചിലർ വിശ്വസിക്കുന്നു. ചിലർ സ്വർഗവും നരകവും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഓരോരോ കാറ്റിനാൽ ആടി ഉലഞ്ഞ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേറ്റിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലർ പഠിപ്പിക്കുകയാണ് 7 വർഷത്തെ പീഡാകാലം എങ്ങനെ അതിജീവിക്കാം. ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് ആളുകളെ കൊണ്ടുപോയി കാറ്റിനാൽ ആടി ഉലപ്പിച്ച് ഈ ഒരു ഏകാഗ്ര ഹൃദയത്തോടു കൂടി ഇരിക്കേണ്ട ജനത്തെ തെറ്റിച്ച് കളയുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങളൊരു കാരണവശാൽ എന്ത് ചെയ്യരുത്? കാറ്റിനാൽ ആടി ഉലയുന്ന ശിശുക്കളെ പോലെ നിങ്ങൾ ആകരുത്. അപ്പോൾ അതിനൊരു ഉറപ്പ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കർത്താവ് ഈ ഉദ്ദേശം നിലനിർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ടീം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ടീമിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം. അപ്പോൾ തന്നെ ഒരു സുവിശേഷം, അപ്പോൾ തന്നെ 5 കൂട്ടം ശുശ്രൂഷകന്മാർ, അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് വരുന്ന വിശ്വാസികളുടെ ആ ശരീരമാകുന്ന ആ അവയവങ്ങൾ പോലെയുള്ള വിശ്വാസികളുടെ കൂട്ടായ്മ, ഏകപ്രത്യാശ അല്ലെങ്കിൽ ഏക അഭിപ്രായം, ആ ഏക ലക്ഷ്യം മുൻനിർത്തി പോകുന്ന ഒരു ടീമിനെ നമ്മളിവിടെ കാണുന്നുണ്ട്, അല്ലേ? ഈ ടീമിനെ ദൈവം രൂപപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? നോഹയുടെ കാലത്തെ പെട്ടകം ഒന്നും കൂടി പണിയാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും സമാഗമന കൂടാരമോ മറ്റെന്തെങ്കിലും നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ടീമിനെ ഇവിടെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. അനാദികാലം മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തെ വെളിപ്പെടുത്തിയപ്പോൾ അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ ദൈവം രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി, പ്രത്യേകമായി പറഞ്ഞാൽ ജാതികളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പദ്ധതിയും അതിൻ്റെ ടീമുമാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ടീം എന്ന് പറയുന്നത്. നമുക്ക് ഏതാനും ഈ ചിന്തയെ നമുക്കൊന്നും കൂടി വിപുലമായി പഠിക്കണമെങ്കിൽ അങ്ങ് ഉൽപ്പത്തി മുതൽ നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ണോടിച്ചിട്ട് തിരിച്ചു വരാം. നമുക്കറിയാം, സൃഷ്ടിപ്പിൽ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചല്ലോ. അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? പത്രോസ് ഉണ്ടായില്ല, പൗലോസ് ഉണ്ടായില്ല, അബ്രാഹാം ഉണ്ടായില്ല, ഇസ്ഹാക്ക് ഉണ്ടായില്ല, യാക്കോബ് ഉണ്ടായില്ല, ദാവീദ് ഉണ്ടായിരുന്നില്ല, യോഹന്നാൻ, വെളിപ്പാട് കണ്ട യോഹന്നാനും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഒന്നും ആവശ്യം സൃഷ്ടിപ്പിൽ ദൈവത്തിന് ആരുടെയും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചെടുക്കുകയാണ്, അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്കറിയാം. സൂര്യനെയും ചന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴോ മനുഷ്യന് വേണ്ടി നന്മയ്ക്കായി സൃഷ്ടിച്ച എല്ലാത്തിനെയും 1/3 തകർത്തുകൊണ്ട് താനാണ് ഇത് സൃഷ്ടിച്ചതെന്നും താൻ മാത്രമാണ് ഇതിന്റെ പരമാധികാരിയെന്നും തനിക്ക് സൃഷ്ടിക്കുവാനും അത് നശിപ്പിക്കുവാനും കഴിയുമെന്ന് തെളിയിക്കുന്ന തരത്തിൽ ദൈവം ചന്ദ്രനിൽ, സൂര്യനിൽ, ജലാശയങ്ങളിൽ, സമുദ്രത്തിലൊക്കെയും കേടുപാടുകൾ വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. എങ്കിലും സൃഷ്ടിപ്പിൽ അവിടുത്തെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ ടീമിൽ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല, ദൈവം തന്നെയാണ് അത് ചെയ്തത്. എന്നാൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. നോഹയുടെ കാലമായപ്പോൾ ഇതാ ജനം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുക. അവിടെ ഒരു രക്ഷാമാർഗത്തിന് വേണ്ടി, രക്ഷയൊരുക്കുവാൻ വേണ്ടി ദൈവം ആരെയാ ഒരുക്കിയത്? നോഹയും തൻ്റെ കുടുംബത്തെയും ദൈവം ഒരുക്കി. അപ്പോൾ പെട്ടകമുണ്ടാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടീം ആരൊക്കെയാണ്? നോഹയും കുടുംബവും, അല്ലേ? മറ്റുള്ളവരോടൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും അവർ വിശ്വസിച്ചില്ല. ഇതെല്ലാം വ്യർത്ഥമാണ്, നുണയാണ്, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് നോഹേ എന്ന് പറഞ്ഞ് ആ ജനം പുച്ഛിച്ചു തള്ളി. അങ്ങനെ വിശ്വാസത്താൽ നോഹ തന്റെ കുടുംബത്തിന് വേണ്ടി ജാഗരിച്ചപ്പോൾ അവർക്കത് രക്ഷയായി തീർന്നു. അപ്പോൾ തന്നെ വിശ്വസിക്കാത്ത മറുകൂട്ടം ജനം വെള്ളത്തിൽ മുങ്ങിച്ചാകുവാനിടയായി തീർന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. അബ്രാഹത്തിന്റെ കാലമെത്തി. അബ്രാഹത്തിന് ഇസ്ഹാക്കിന് യാക്കോബ്, യാക്കോബിന് 12 ആൺമക്കളും, അങ്ങനെ ഒരു 12 ഗോത്രമായ ഇവർ വലിയൊരു ജനമായി തീർന്നപ്പോൾ 400 വർഷം അടിമത്തത്തിൽ കിടന്നതിന് ശേഷം ദൈവമിതാ മോശയിലൂടെ ഈ ജനത്തെ വിളിക്കാൻ ആരംഭിക്കുകയാണ്. നമുക്കൊന്ന് 2 വാക്യങ്ങളെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് മോശയ്ക്ക് ദൈവത്തിന്റെ വിളി ലഭിക്കുന്നത്. അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 31 വാക്യങ്ങൾ ശ്രദ്ധയോടെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ യഹോവ അഹരോനോട്,
നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്ന് ദൈവത്തിന്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു. യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹരോനെ അറിയിച്ചു. പിന്നെ മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ ഒക്കെയും കൂട്ടിവരുത്തി. യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടീമിനെ ദൈവം ഫോം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, അല്ലേ? എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു ടീമിനെ നമ്മൾ കണ്ടു. ഇവിടെ ഇതാ പുറപ്പാടിന് വേണ്ടിയുള്ള ഒരു ടീമിനെ ദൈവം സജ്ജമാക്കുകയാണ്. അഹറോനോട് ദൈവം പറയുകയാണ്, നീ മോശയുടെ അടുക്കൽ പോവുക. മോശയും അഹറോനും കൂടി ആ ഇസ്രായേൽ ജനത്തിന്റെ മൂപ്പന്മാരുടെ അടുക്കിലേക്ക് പോവുകയാണ്. അവിടെ ദൈവം പറയുന്ന ചില അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചപ്പോൾ അഹറോനും മോശയും ജനത്തിന്റെ പ്രമാണികളും ഒന്നിച്ചിട്ട് ജനത്തിന്റെ അടുക്കിലേക്ക് പോയി അവരുടെ മുൻപിൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയാണ്. ഇതെല്ലാം കണ്ടപ്പോഴാണ് ഈ ജനം വിശ്വസിച്ചത്. കണ്ടു? അപ്പൊ ഇത് ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ചില കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം, അല്ലേ? നേരെ പോയി പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം. അപ്പോൾ എന്ത് ചെയ്തു? കൃത്യമായിട്ടുള്ളൊരു ടീമിനെ ദൈവം അവിടെ ഫോം ചെയ്യിപ്പിക്കുകയാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ഒരു പുറപ്പാട് ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവം അഹറോനെ വിളിച്ച് മോശയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. മോശയും അഹറോനും ചേർന്ന് ആ ജനത്തിന്റെ മൂപ്പന്മാരുടെ അടുക്കിലേക്ക് പോവുകയാണ്, പ്രമാണികളുടെ അടുക്കിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഇവരെല്ലാവരും കൂടി ഒരു ധാരണയിലെത്തിയ ശേഷം ജനത്തിന്റെ അടുക്കിലേക്ക് പോയി ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറയുകയും അപ്പോൾ തന്നെ 1-2 അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ കാണിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. അപ്പോൾ ഏകദേശം പുറപ്പാടിന് വേണ്ടി ഒരു തുടക്ക സമയം ആ ദൈവത്തിന്റെ ഒരു ടീം വർക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ മുന്നോട്ട് വരികയാണ്. മോശയും അഹറോനും ഇസ്രായേൽ മൂപ്പന്മാരും ചേർന്ന് ജനം വിശ്വസിക്കുവാൻ തക്കവണ്ണം ആ ജനത്തെ ഒന്ന് ഒരുക്കിയെടുക്കണമല്ലോ. ദൈവം ചെയ്ത ഒരു പ്രത്യേക ഒരു ടീം വർക്കാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിടെ അതിനുശേഷം മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം മരുഭൂമിയിലൂടെ നടത്തുന്ന ഈ ജനത്തിന് വേണ്ടിയിട്ട് ഒരു സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു കാര്യങ്ങൾ വട്ടം കൂട്ടുകയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നിർത്തി ഒന്ന് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹേലിയാബിനെ അവനോട് കൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ തിരുനിവാസം, സമാഗമന കൂടാരം, സാക്ഷി കൂടാരം എന്ന തിരുനിവാസം, വിശുദ്ധ മന്ദിരം എന്നിത്യാദി പേരുകളിൽ അറിയപ്പെടുന്ന ദൈവത്തിന് വാസയോഗ്യമായ ഒരു പെട്ടകം നിർമ്മിക്കുവാൻ മോശയോട് ദൈവം കൽപ്പന കൊടുത്തു. കൽപ്പന കൊടുത്തപ്പോൾ നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവമേ ഇത് എങ്ങനെയാ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദൈവമേ ഈ പണികളൊക്കെ ഇങ്ങനെ ചമയ്ക്കാൻ വേണ്ടി ഇത് എന്താ ഒരു മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ലല്ലോ എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ഇത് ദൈവത്തിനും അറിയാം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ സമാഗമന കൂടാരത്തിന് വേണ്ടിയുള്ള ഒരു ടീമിനെ ദൈവം തന്നെ ഒരുക്കുകയാണ്. ആ ടീമിന്റെ പ്രത്യേകത എന്താണ്? ബസലേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദിവ്യ ആത്മാവിനാലും ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും സാമർത്ഥ്യം കൊണ്ടും ദൈവം അവനെ നിറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവൻ ആ കഴിവുണ്ടായിരുന്നു എന്നല്ല വായിക്കുന്നത്. ദൈവം ആ കൃപാവരങ്ങൾ കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. തന്നെയുമല്ല, അവനെ സഹായിക്കുവാൻ വേണ്ടി ഓഹോലിയാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും കൂടി കൊടുത്തു. അങ്ങനെ ഏകദേശം നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ
ആ പുറപ്പാട് മുതൽ സമാഗമന കൂടാരം സ്ഥാപിക്കുന്നത് വരെയുള്ള ഏകദേശം 1 വർഷത്തെ കാലയളവാണ് ഇവർ ഇതെല്ലാം പണിയുവാൻ ഇടയായി തീർന്ന കാലഘട്ടം. അവർ പണിത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴേക്കുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവർ പണിതത്. സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും സാക്ഷ്യപ്പെട്ടകവും അതിന്മീതെയുള്ള കൃപാസനം, കൂടാരത്തിന്റെ ഉപകരണങ്ങൾ, മേശ, അതിന്റെ ഉപകരണങ്ങൾ, തങ്കം കൊണ്ടുള്ള നിലവിളക്ക്, അതിന്റെ ഉപകരണങ്ങള്, ധൂപപീഠം, ഹോമയാഗം, അതിന്റെ ഉപകരണങ്ങള്, വിശേഷ വസ്ത്രങ്ങൾ, അതിന്റെ ഉപകരണങ്ങള്, പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങളും, പുരോഹിത വസ്ത്രങ്ങള്, പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങള്, അഭിഷേക തൈലം, വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധ ധൂപവർഗ്ഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ മോശേ നിനക്ക് വേണ്ടി ആരുണ്ടാക്കും? ഈ മനുഷ്യർ 2 പേർ ബെസലേലും ഓഹോലിയാവും അവർ ഉണ്ടാക്കിക്കോളും എന്ന് പറയുകയാണ്. എത്രയോ ഉപകരണങ്ങളും എത്രയോ സജ്ജീകരണങ്ങളും അല്ലേ ഒരു ആലയത്തിന് വേണ്ട, ഒരു പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ട അതിന്റെ എല്ലാ ഉപകരണങ്ങളും പറയുന്ന രീതിയിൽ അവർ ഉണ്ടാക്കിക്കോളും എന്ന് ദൈവം അവരോട് പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു പണി ദൈവം ഏൽപ്പിച്ചിട്ട്, ഇത് മനുഷ്യനെ കൊണ്ടല്ല ദൈവം ചെയ്യിപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവിനാലാണ് അത് ചെയ്യിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ പണി ദൈവം എങ്ങനെയാ ചെയ്യിപ്പിക്കുന്നത്? നല്ല മസിലും 6 അടി പൊക്കവുമുള്ള കുറച്ച് പേരുകൾ പോരട്ടെ, ഞാൻ അവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാം എന്നാണ് ദൈവം പറഞ്ഞത്. ദാവീദിന്റെ ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം എന്താ പറയുന്നത്? അവന്റെ പൊക്കവും വണ്ണവും നോക്കണ്ട, ഞാൻ അവനെ നേരത്തെ തള്ളിക്കളഞ്ഞതാണെന്ന് പറഞ്ഞത് ദൈവം, അല്ലേ? അപ്പോൾ പൊക്കവും വണ്ണവും സൗന്ദര്യവും എന്നല്ല ദൈവത്തിന്റെ മുന്നിൽ കാര്യം. ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന അല്ലെങ്കിൽ വചനം തപ്പി നടക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. ദൈവം അങ്ങനെയുള്ളവർക്ക് കൃപ കൊടുക്കുകയാണ്. ദൈവം അവർക്ക് പ്രത്യേകമായി കഴിവ് കൊടുക്കുകയാണ്. സംസാരിക്കാൻ കഴിവില്ലാത്തവരെ സംസാരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ കഴിവില്ലാത്തവരെ ദൈവം അതിനു വേണ്ടിയുള്ള കൃപ കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിർത്തിക്കൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ പണിക്ക് വേണ്ടി ദൈവം ചിലരെ നിയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ആ പുറപ്പാടിന്റെ ടീമിന് ശേഷം പണിയപ്പെടേണ്ട സമാഗമന കൂടാരത്തിന് വേണ്ടി ഒരു ടീമിനെ ദൈവം ഒരുക്കുകയാണ്. അവർക്ക് ദൈവം ജ്ഞാനബുദ്ധിയാലും, അവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ, ദിവ്യാത്മാവ്, ജ്ഞാനം, ബുദ്ധി, അറിവ്, സാമർത്ഥ്യം, ഇതെല്ലാം എന്ത് ചെയ്തു? ഈ 2 വ്യക്തികൾക്ക് കൊടുത്തിട്ട് ഇതെല്ലാം കൃത്യമായി പണിതു. 40-ാം അധ്യായത്തിൽ പുറപ്പാട് 40-ൽ വരുമ്പോൾ പറയുന്നുണ്ട്, എണ്ണി പറയുകയാണ്, ഇന്ന കാര്യങ്ങളൊക്കെയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ പണിതു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിച്ചു? ഇവിടെയാണ് ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ടീം അത് ഭംഗിയായിട്ട് ചെയ്യും. അതിനകത്ത് ആരെങ്കിലും നുഴഞ്ഞു കയറി വന്ന് ഞാനും കൂടി പണിയാന്ന് പറഞ്ഞാല്, അല്ലേ? ഇസ്രായേൽ ജനം ഒരിക്കൽ ആലയം പണിയാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നവരെ അവരെന്ത് ചെയ്തു? വേണ്ട, ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാർ തന്നെ ഇത് പണിതുകൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിലും ഞങ്ങളും കൂടി വന്ന് പണിയാം എന്ന് പറഞ്ഞ് ഇതൊന്നും അറിയാതെ എന്തെങ്കിലും സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ടോ, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ടോ, മരിച്ചു കഴിഞ്ഞാൽ കല്ലറ കിട്ടുമെന്ന് കരുതിയിട്ടോ ഒക്കെ കടന്നു വരുന്നവരെ കൂട്ടുപിടിച്ച് ദൈവത്തിന്റെ സഭ പണിയാമെന്ന് വിചാരിച്ചാൽ ഈ പണിയൊന്നും ശാശ്വതമായി പോവുകയില്ല. അതുകൊണ്ട് കൃത്യമായ ഉപദേശത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാം. ആൾപ്പരപ്പത്തിൽ ചിലപ്പോൾ കുറവായിരിക്കാമെങ്കിലും ആത്മാവിന്റെ പ്രവർത്തനത്തിന് കുറവൊന്നും ഉണ്ടാവുകയില്ല. രക്ഷിക്കപ്പെടേണ്ടവർ ചാടത്തും ദൂരത്തുമായി കേട്ട് രക്ഷിക്കപ്പെട്ടുകൊള്ളും. നമ്മുടെ സന്ദേശങ്ങൾ അനേകർ യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അവിടെയെല്ലാം ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സന്തോഷം നമ്മളെ വിളിച്ചറിയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനു ഭാരപ്പെടണം? സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ഈ ദൈവസഭയുടെ ഉദ്ദേശം. മനസ്സിലായോ? ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യത്യസ്ത ഇടങ്ങളിൽ സ്ഥലസഭകൾ സ്ഥാപിക്കും. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം അത് ചെയ്യും, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷീകരണം. എന്താണ് സുവിശേഷം? എന്താണ് തിരുവചനം? ഇത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാനും ലോകത്തിന്റെ അറ്റം വരെ എത്തിക്കുവാനുമുള്ള ഒരു ദൈവം ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഇതാ ഈ ബെസലേലിനെയും ഓഹോലിയാബിനെയും ഒക്കെ തിരഞ്ഞെടുത്തതുപോലെ ദിവ്യാത്മാവിനാലും ദിവ്യജ്ഞാനത്താലും
ഞങ്ങളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവം തന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം, അതിന്റെ റിസൾട്ടുകളെല്ലാം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആ പുറപ്പാടിന് ശേഷം, സമാഗമന കൂടാരത്തിന് ശേഷം ദൈവം ആത്യന്തികമായി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല വ്യക്തികളെയും ദൈവം തെരഞ്ഞെടുത്ത ചരിത്രം നമുക്കറിയാം. എന്നാൽ ഏറ്റവും ഒടുവിൽ എന്താണ്? ദൈവരാജ്യ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാലങ്ങളായി ദൈവത്തിന്റെ പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരുന്ന സുവിശേഷത്തിന് സംബന്ധമായി ദൈവം ഒരു 12 പേരടങ്ങുന്ന ഒരു ടീമിനെയും ദൈവം സെലക്ട് ചെയ്തു, അല്ലേ? അങ്ങ് പത്രോസ് തുടങ്ങി, യോഹന്നാൻ തുടങ്ങി, അങ്ങനെ 12 പേരെ ദൈവം ഒരുക്കിയെടുത്തു. അവരിലൂടെ ദൈവരാജ്യം ശുശ്രൂഷിച്ചു. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷീകരണം, യഹൂദന്റെ തിരസ്കരണം മൂലം അത് യഹൂദൻ ദൈവത്തെ തള്ളിയപ്പോൾ ദൈവം അവരെയും അല്പകാലത്തേക്ക് തള്ളിയിട്ട് അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെ, ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഇന്ന് സകല മാനവകുലത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തിരുമനസ്സായി അവിടെ തിരഞ്ഞെടുത്തൊരു ടീമിനെയാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ആരൊക്കെയാണ് ആ ടീമിലെ അംഗങ്ങൾ? ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേശകന്മാർ. ഈ 5 കൂട്ടം ശുശ്രൂഷകന്മാരെ കൊണ്ടും അവരുടെ ശുശ്രൂഷയാൽ കടന്നു വരുന്ന ജീവനുള്ള അവയവങ്ങളായ ഓരോ വ്യക്തി ജീവിതങ്ങളെ കൊണ്ടും അവരെ കൊണ്ടും ദൈവം ഈ സുവിശേഷത്തിന്റെ ജോലികൾ ചെയ്യിപ്പിച്ച് ഈ സഭയ്ക്ക് ആരും തന്നെ ഒരു ജോലിയും ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥയില്ല. എല്ലാവർക്കും അതാതായ ജോലികളുണ്ട്. വചനം പറയുന്നുണ്ടല്ലോ, കണ്ണ് പറയുകയാണ്, നീ കണ്ണല്ലാത്തത് കൊണ്ട് ചെവിയെ നിന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ചെവി പറയുകയാണ്, നിനക്ക് കേൾക്കാൻ കഴിവില്ലല്ലോ കണ്ണേ, അത് നീ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പൗലോസ് പറയുന്നത് പോലെ, കണ്ണിന് കണ്ണിൻ്റെതായ ജോലിയുണ്ട്, ചെവിക്ക് ചെവിയുടേതായ ജോലിയുണ്ട്, നാവിനും ചുണ്ടിനും പല്ലിനും ഓരോരുത്തരും ഓരോരോ ജോലികളുണ്ട്, കൈക്കും കാലിനും ഓരോ ജോലികളുണ്ട്. ഇനി ദൃശ്യമല്ലാത്ത ആന്തരിക അവയവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജോലികളുള്ളത്, അല്ലേ? ഒരുപക്ഷെ ഒരു സഭയുടെ ദൃശ്യമായ ചില ശുശ്രൂഷകൾ പ്രസംഗിക്കുന്നവരെ ചിലപ്പോൾ ഒരുപക്ഷെ ലോകമറിയും, അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഒരുപക്ഷെ ലോകമറിയും. പക്ഷെ ഇതിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്, ആന്തരാവയവങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ. അവരുടെ പ്രവൃത്തികളൊന്നും ആരും കാണുകയില്ല. പക്ഷെ അവർ പ്രവർത്തിച്ചില്ലെങ്കിലോ ഈ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം വളരെ പ്രയാസത്തിലാണ്, അല്ലേ? അപ്പോൾ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ജോലിയുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോൾ നമ്മളും അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്, അല്ലേ? സഭയുടെ എല്ലാ കാര്യങ്ങളിലും, സഭയുടേതായ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും, സഭയുടെ കൂട്ടായ്മകളിലും ദൈവസഭ എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുമ്പോൾ അതിനൊരു ഏകീകൃതമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. ആ ഏകീകൃതമായിട്ടുള്ളൊരു കൂടിവരവുണ്ടായിരിക്കണം. ഒരു അവയവം വെട്ടി ഹോസ്പിറ്റലിൽ വെച്ച് ശുശ്രൂഷിക്കുന്ന പോലെ പല അവയവങ്ങളും പലയിടത്ത് പോയി ഇരിക്കാനുള്ളതല്ല ദൈവസഭ. സഭയ്ക്ക് ഒരു അച്ചടക്കം ഉണ്ടാകുമ്പോൾ, ഒരു ഉപദേശം ഉണ്ടാകുമ്പോൾ, ആ സഭയുടെ ഒരു സൺഡേ അല്ലെങ്കിൽ ഞായറാഴ്ച കൂടി വരവ് അത് ഒഴിവാക്കാതെ തന്നെ എല്ലാവരും കടന്നു വന്നിരിക്കുമ്പോഴാണ് ആ സഭയ്ക്ക് ഒരു പൂർണ്ണതയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ റാപ്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി മറ്റൊരു ടീമിനെയാണ് ദൈവം ഒരുക്കുന്നത്. ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. വെളിപ്പാട് 7:14 വായിക്കേണ്ട. 144,000 പേരെ ഇസ്രായേൽ മക്കളെ അവിടെ മുദ്രയിടുകയാണ്. ഒരു ടീമിന്റെ ഒരു പ്രത്യേക ഉത്തരവാദിത്തത്തിന് വേണ്ടിയുള്ള ടീമിനെ ദൈവം അവിടെ ഫോം ചെയ്യിപ്പിക്കുകയാണ്. അതിനുശേഷം വെളിപ്പാട് 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ 2 സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. തന്നെയുമല്ല, വെളിപ്പാട് 14-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ കാണുമ്പോൾ അവിടെ ഒരു ദൂതനെ ദൈവം ആ നിത്യമായ സുവിശേഷം പറയുവാൻ അവിടെ നിയോഗിക്കുകയാണ്. ഇന്നിവിടെ സുവിശേഷം പറയാൻ ആരാണുള്ളത്? സുവിശേഷകരെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്നെ പോലെയും ജോസങ്ങളിനെ പോലെയും ഓമനസിനെ പോലെയുള്ള സുവിശേഷകന്മാരെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുക, അല്ലെ? ആ സുവിശേഷകരിലൂടെ ഈ സത്യങ്ങൾ ലോകത്തോട് അറിയിക്കുക. നാം ഓരോരുത്തരും സുവിശേഷകന്മാർ തന്നെയാണ്. കാരണം അറിഞ്ഞ കാര്യം മറ്റുള്ളവരോട് പറയുക, ഈ സത്യം മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് സുവിശേഷവും സുവിശേഷീകരണവും. പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു കൃപയോടുകൂടെയും ദൈവത്തിന്റെ ആ കൃപ അവന്റെ നാവിൽ കൊടുത്തിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടും ചിലരെ പ്രത്യേകമായും ആ ഡ്യൂട്ടിക്ക് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ റാപ്ചറിന് ശേഷവും ദൈവത്തിന്റെ കാര്യപരിപാടികൾ നടക്കുവാൻ 144,000 പേര്, 2 സാക്ഷികള്,
സ്വർഗത്തിലൊരു ദൂതൻ, പിന്നീട് ദൂതന്മാരുടെ കളിയാണ് ഇവിടെ മുഴുവനും. ഓരോരോ ദൂതന്മാരും ഓരോരോ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ കാഹളങ്ങൾ മുഴക്കുമ്പോൾ, കലശങ്ങൾ ഒഴിക്കുമ്പോൾ, കൊയ്ത്ത് നടത്തുമ്പോൾ, ഇവിടെയെല്ലാം ദൂതന്മാരെ വെച്ച് ദൈവം ശുശ്രൂഷിക്കുകയാ. അപ്പോൾ ദൈവത്തിന്റെ ഒരു ആത്യന്തികമായ ഉദ്ദേശത്തിന് വേണ്ടി ദൈവത്തിന് വ്യത്യസ്തമായ ടീമുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ എന്താ പറഞ്ഞത്? നമ്മുടെ വിളി അനുസരിച്ചുള്ള ജീവിതം നയിക്കണം. അപ്പോൾ നമ്മൾ ഏത് ടീമിൽ അംഗങ്ങളാ എന്നറിയാതെ, അല്ലെ, ഒരു ക്രിക്കറ്റ് ടീമിന് വേണ്ടിയാ എന്നെ സെലക്ട് ചെയ്തതെങ്കിൽ ഞാനൊരു ഫുട്ബോളും പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു അഭംഗിയാണ്, അല്ലേ? ഒരു ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഫോം ചെയ്തൊരു ടീമിലേക്ക് ഞാൻ ഒരു ഹോക്കി സ്റ്റിക്കുമായി വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ഷട്ടിൽ ബാറ്റുമായി വന്നു കഴിഞ്ഞാലോ, അത് തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ക്രിക്കറ്റ് ടീമിലേക്കാണോ സെലക്ഷൻ കിട്ടിയത്, ബാറ്റും ക്രിക്കറ്റ് ബോളും ഒക്കെ ആയിട്ട് കടന്നു വരണം, അല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് വിളിച്ചത് എന്നുള്ള തിരിച്ചറിവോടുകൂടി കടന്നു വരണം. എങ്കിലാണ് ആ ടീമിന്റെ ഉദ്ദേശം എന്താണ്, ആ ടീമിന് തന്നെ കൊണ്ട് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പണിത് ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഞാൻ POC ബൈബിളിൽ നിന്ന് വായിക്കാം. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. എന്തിനു വേണ്ടിയിട്ട് ഈ 5 കൂട്ട ശുശ്രൂഷകന്മാരെയും നമ്മളെയൊക്കെ വിളിച്ച് ഈ സഭയിലാക്കി വെച്ചിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആ ശരീരത്തെ പണിതുയർത്തുവാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്ന ടീമാണ് നമ്മള്. നോഹയുടെ പെട്ടകം പണിയുന്ന ടീമല്ല, മനസ്സിലായോ? സമാഗമനം കൂടാരം പണിയുന്ന ടീമല്ല. ഇസ്രായേലിനെ അല്ലെങ്കിൽ യുദ്ധങ്ങളെ ജയിപ്പിക്കുന്ന രാജാക്കന്മാരുടെ റോളൊന്നുമല്ല നമുക്കുള്ളത്. അല്ലെങ്കിൽ 144,000 പേരുടെ കൂടെയുള്ള രാജ്യത്തിന്റെ സുവിശേഷത്തിലുള്ള ഭാഗഭാഗിത്വമല്ല നമുക്കുള്ളത്. അല്ലെങ്കിൽ പറന്നുകൊണ്ട് സുവിശേഷം പറയുന്ന ദൂതനോട് കൂടെ നിന്ന് സുവിശേഷം പറയാനുള്ള ഡ്യൂട്ടി ഒന്നുമല്ല നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 2 പ്രവാചകന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ കൂടെ ഞാനും അവർക്ക് പ്രവാചകന്മാർക്ക് കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയുണ്ട് പഴയ നിയമത്തിൽ. ഈ അവരെ സഹായിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ശുശ്രൂഷയിലല്ല നമ്മളായിരിക്കുന്നത്. നമ്മുടെ വിളി എന്താണ്? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുക. അതിനാണ് നമ്മൾ ഈ 2 വർഷമായിട്ട് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചാർട്ടുകളെല്ലാം ഭംഗിയായി ഇവിടെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളും ഓരോരോ മുദ്ര പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കാഹളങ്ങൾ, കലശങ്ങൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ ഒരു വലിയ പക്ഷി മുകളിലൂടെ പറന്നുകൊണ്ട് താഴെയുള്ളത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ബൈബിളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഈ നാളുകളിൽ നമുക്ക് കൃപ തന്നത് കൊണ്ടാണ് വ്യക്തവും ശക്തവുമായിട്ട് ഈ തിരുവചനം ഇങ്ങനെ തന്നെ പ്രസംഗിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഏത് ടീമിന്റെ അംഗമാണ്? ദൈവത്തിന്റെ ടീം വർക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതിൽ നല്ലത് കൃത്യമായ അറിവോടുകൂടെ ദൈവത്തിന്റെ ഈ ടീമിൽ നിന്നുകൊണ്ട് എഫെസ്യ ലേഖനം 4-ൽ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തിയാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടെ കർത്താവിന്റെ സുവിശേഷീകരണത്തിന്റെ ഈ ടീമിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് പലതും ചെയ്യുവാൻ കഴിയണം. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.